ക്ലൗഡ്സും പച്ചപ്പും എല്ലാമായിട്ട് ഇറ്റ്സ് ടോട്ടലി വേണ്ട കൊള്ളാം. കിട്ടുന്നുണ്ടോ? തൂങ്ങി കിടക്കുന്ന രസമില്ലേ? തിരിച്ചു കയറുമോ? ഹായ് ഗൈസ്, അപ്പം സൺഡേ ഈസ് ഫൺ ഡേ എന്നല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? മഴുതിപ്പാറയാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ കണ്ട് ജസ്റ്റ് കയറി തുടങ്ങിയുള്ളത് ആ റബ്ബറിൻ്റെയൊക്കെ നടുക്കൂടി ഇങ്ങനെ ട്രെക്കിംഗ് തുടങ്ങിയിരിക്കുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് മഴുതിപ്പാറയാണ്. ഇവിടെ ഞങ്ങൾ ആക്ച്വലി 7 മണിക്ക് എത്തണമെന്ന് പ്ലാൻ ചെയ്തിട്ട് വന്നതാണ്. ബട്ട് ഇവിടെ എത്തിയപ്പോൾ 8:20 ഇപ്പോൾ സമയം. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് 6 മണിയൊക്കെ വന്നാലേ മഞ്ഞ് കാണാൻ പറ്റൂ. 7 മണിക്ക് വന്നിട്ടും കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുക ഫുള്ളായിട്ട്. മറ്റൊരു ദിവസം വീണ്ടും വരും കേട്ടോ മഞ്ഞൊക്കെ കാണാനായിട്ട്. അതുകൊണ്ട് കയറ്റം തുടങ്ങിയിരിക്കുകയാണ്. ആസ്വദിച്ച് കയറാൻ പറ്റിയൊരു സ്ഥലമാണ് സീരിയസ്ലി. ഇപ്പോൾ നല്ലൊരു ട്രെക്കിംഗ് തുടങ്ങിയിരിക്കുകയാണ്. ശരിക്കും ആസ്വദിച്ച് കയറാൻ പറ്റിയൊരു പാറ കേട്ടോ. നല്ല രസമുണ്ട് കയറാൻ. കമോണി കഴിക്കണ്ടു ഇറ്റ് കയറൂ. ഓ, ഇത് കണ്ടിട്ടൊരു വഴിയാണെന്ന് തോന്നുന്നില്ല, പക്ഷെ ഇതുവഴിയാണ് പോകേണ്ടത്. പാറ റോബർട്ട് ഫ്രോസ്റ്റ് മറ്റില്ല പോയല്ലേ. റീലി ഇത്രയും ദൂരം സൈക്കിൾ ചെയ്ത് വന്നതിൻ്റെ ഡബിൾ ഇരട്ടി വർക്കൗട്ടാണ് ഇപ്പോൾ. എന്ത് ചെയ്യടാ? ആ ഓ, ഈ കാണുന്ന ഏക്കെ ഇറക്കം ഇത്രയും ഞങ്ങൾ കയറി വന്നത് കേട്ടോ. ആ കണ്ടേ. ആക്ച്വലി മറ്റൊരു ഫണ്ണുണ്ട്. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത ഫോട്ടോ എടുക്കുക ഇതുവഴി സൈക്കിൾ കൊണ്ടുപോയാലോ എന്ന് വിചാരിച്ച ആൾക്കാരാണ്. കൊണ്ടുവന്നായിരുന്നെങ്കിൽ എല്ലാം ശരിയാണ്. ഇന്ന് ഒരു 80 കിലോമീറ്റർ അടുപ്പിച്ച് സൈക്ലിംഗ് മാത്രമായിരുന്നു പ്ലാനിങ്. ബട്ട് ഇപ്പം ശരിക്കും ഒരു ട്രെക്കിംഗ് ആയി. അതെ, അവിടെ നിന്ന് മേളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഗൈസ് ഇപ്പം ഇവിടുത്തെ അതാണ്ട് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇത്. ഇവിടെ നിന്നിപ്പോൾ ഞങ്ങൾ വീണ്ടും മേളോട്ട് കയറുക. എടുത്താ ഇപ്പോൾ ഇവിടുന്ന് വീണ്ടും മേലോട്ട് കയറുവാണ്. അത്യാവശ്യം നല്ലൊരു ട്രക്കിങ്ങാണ്. സൺഡേ ഇത്രയും നല്ലൊരു വർക്കൗട്ട് കിട്ടുമെന്ന് വിചാരിച്ചല്ല. അതാണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ. Oh, really nice. പിടിക്കാതെ നോക്കിയാൽ പിടിക്കാതെ എനിക്ക് പാടാം. നമുക്ക് എല്ലാ കൊല്ലം ഒരു ട്രെക്കിംഗ് കാണും. പിള്ളേരെ കൊണ്ട് ടൂർ പോകുന്നുണ്ട്. ഒരാണ് ഇങ്ങോട്ടാവാം. ഞാൻ കയറാനാ. കൈ ഒന്നാണ് ആൽബർട്ട് അങ്ങ് എത്തി. മേളിലെത്തിയാ? ആ പോയിക്കുന്നു. ഗൈസ് അപ്പോൾ ഇത്തിരി കൂടി മേളിലോട്ട് കയറുന്നതോറും വ്യൂ കൂടി വരും. അതെ കണ്ടോ, നല്ല വ്യൂസായിട്ട് വന്നുകൊണ്ടിരിക്കാം. അപ്പം കണ്ടിന്യൂ, നമുക്ക് ട്രക്കിംഗ് തുടരാം. ഓ മാൻ, വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. വെയിലായി പോയതാ, നമ്മൾ താമസിച്ചു. ഓ മാൻ, എങ്ങനെയാ കയറുന്നേ?
ഇത് കൈ വന്നാലേ കയറത്തുള്ളൂ. അങ്ങനെ കയറുന്ന ആ മേളത്തിൽ ഒരു തണുത്ത കാറ്റുണ്ടല്ലേ. കണ്ണാടി കണ്ണാടി. ഒരു രക്ഷയില്ലാത്ത സ്പോട്ടാണോ. രാവിലെ അങ്ങനെ ഇതിൽ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും ഇവിടെ വരാം. നൈസ് സ്പോട്ട്. കൊള്ളാം. ഇത്തിരി കൂടി മേളിലോട്ട് കയറാം. ആ ഇതാണ് ഏറ്റവും ടോപ്പ് വ്യൂ പോയിന്റ്. കൊള്ളാം. ഞങ്ങൾ കറങ്ങി ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി ബിറ്റ് അഡ്വഞ്ചറസ് ആകാൻ പോവാം. ഇതുവരെ ഇങ്ങനെ കറങ്ങി അതിലേക്ക് കൂടി കറങ്ങി വരാനുള്ള പ്ലാനാണ്. ആദ്യം സൂക്ഷിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാം. ഞങ്ങൾ ബാരിക്കേഡ് ചാടിയിരിക്കുകയാണ്. ആൽബർട്ട്, ഞാൻ ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ എക്സ്പേർട്ടാണ്. നീ സൂക്ഷിക്കണം. ഞാൻ വരുന്നില്ലയോ? ആണോ? നീ വിട്ടിരുന്നോ? ഞാൻ എന്നാൽ പോയിട്ട് വരാം. ഒറ്റയ്ക്ക് പോയിട്ട് വരാം. ആ ഗൈസ്, അപ്പം ഇത്തിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള പരിപാടി തുടങ്ങുകയാണ്. അതുകൊണ്ട് ഇവിടുന്ന് ബാരിക്കേഡ് ചാടിക്കിടന്നു കേട്ടോ. അപ്പം ഇവിടുന്ന് ഒരു ജമ്പ് ചെയ്തെങ്കിൽ മാത്രമേ പറ്റൂ. കാരണം ഇവിടെ കട്ടിങ് ആണ്. ഞാൻ അപ്പുറം സൈഡ് ചെന്നിട്ട് കാണിച്ചു തരാം. കണ്ട കണ്ട കട്ടിങ് ആണ്. ഇവിടെ ഒരു ജമ്പ് വേണം, കാരണം കട്ടിങ് ആണ്. കൊള്ളാം, നല്ല ഫീൽ. ഇങ്ങനെ സ്ഥലങ്ങൾക്ക് ഓടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് ജമ്പിങ്. ഇത് പാർക്കല്ല കേട്ടോ. പാർക്കൊന്നും ഇങ്ങനെയൊന്നുമല്ല. അല്ല, കറങ്ങി അവിടെ നിന്ന് ഇവിടെ എത്തി. വളരെ പെട്ടെന്നായിരുന്നു എല്ലാം. നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം. ഇവിടെ ജമ്പ് ചെയ്യാൻ ചെറിയൊരു പേടി. കാരണം അവിടെ പൊസിഷൻഡ് അല്ലാത്ത കല്ലുണ്ടെങ്കിൽ കാല് ട്വിസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സൈക്കിൾ ഓട്ടാൻ പോയിട്ട് നടക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങണം. വാവ്, കൊള്ളാം. ഇവിടെ ഒരു ചാട്ടമാണ്. ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ടുണ്ടേ. ഒരു രക്ഷയില്ലാത്ത സ്പോട്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ രാവിലെ ആയിരുന്നു. ഞാൻ നേരത്തെ പറയണ കണക്ക് ഇവിടെ രാവിലെ ആയിരുന്നു വരണ്ടേ. അപ്പം മഞ്ഞ് മൂടി കിടന്നേനിത്. എനിക്ക് നല്ലൊരു വർക്കൗട്ടായിരുന്നു. ഓൾമോസ്റ്റ് 80 കിലോമീറ്ററോളം ആവും തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ. അപ്പോൾ അത്രയും കിലോമീറ്റർ സൈക്ലിംഗ് പ്ലസ് ട്രെക്കിംഗ് പ്ലസ് ഈ റണ്ണിങ്. നല്ലൊരു വർക്കൗട്ടല്ലേ. ഞാൻ ഇപ്പോൾ തിരിച്ചു പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയാതെ ഓൾമോസ്റ്റ് 200 കിലോമീറ്റർ ഇപ്പുറം വന്നു. ഇനിയുള്ളത് ഞാൻ ചാടി വന്ന പാറെല്ലാം തിരിച്ച് ഓടിക്കയറണം. സോ ഒരുപാട് പോയി കഴിഞ്ഞാൽ ടയർഡാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു കയറുന്നത്. അപ്പോൾ ഒരു രക്ഷയില്ല. ഇനി ഇങ്ങനെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്താണ് എന്ത് ഇഷ്ടമാണെന്ന് അറിയോ. ഞാൻ ബൈക്കിലോ മറ്റൊന്നെങ്കിൽ ഫുൾ കറങ്ങിയിട്ട് ഒരു 2 റൗണ്ടൊക്കെ അടിച്ചിട്ടേ പോകത്തുള്ളൂ. ഇതിപ്പം വന്നത് ഇതിലായിപ്പോയി, എന്താ പറയുക, സൈക്കിളായിപ്പോയി. അപ്പം വീണ്ടും ഒന്നുകൂടി കയറാം. നല്ലൊരു കയറ്റവും പാറയൊക്കെയാണ്. ഞാൻ അവിടെ നിന്നാണ് വന്നത്. ഇപ്പോൾ ഇതുവരെ പോവാം. നല്ല സ്പീഡിലാണ് ഓടുന്നത്. നല്ല രസമുണ്ട്. ഈ വീഡിയോ അൺകട്ടാണ്. അപ്പോൾ മേളിൽ നിന്നാണ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്നാണ് ഞാൻ ഓടി തുടങ്ങിയത്.
ഇവിടെ നല്ലൊരു സ്പോട്ടാണ്, നേരത്തെ കണ്ട തന്നെ. ആക്ച്വലി നിങ്ങൾക്ക് അത്ര എൻജോയ്മെൻറ്റ് കാണില്ല ഈ വീഡിയോ കാണുമ്പോൾ, കാരണം മഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ടേ. അതുവരെയാണ് പ്രോപ്പർ വഴി, അപ്പോൾ അതുവഴി പോകാൻ എല്ലാവർക്കും പറ്റും. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ് ഐ എം ഗോയിങ് ടു ഗോ ത്രൂ ദിസ് വേ. വഴി ഉണ്ടാക്കിപ്പോൾ ഉണ്ടോയെന്നറിയില്ല, ബട്ട് സ്റ്റിൽ ഈ കാണാൻ ഞാനും വരുന്നത്. വാവ്, റിയലി നൈസ്. ഇവിടെ ഒന്നും ആരും പോയിട്ട് പോലില്ല, മഴയൊക്കെ ഒന്ന് മാറ്റും. ഇറ്റ്സ് റിയലി നൈസ്. ഇവിടുന്ന് ഇപ്പോൾ ചാടി തിരിച്ചു കയറേണ്ടി വരും. അതെ ആൽബർട്ട്, നീ വരണ്ട. ഇവിടെ ഇത്തിരി വിഷയമാണ് കയറാൻ. കണ്ട കട്ടിങ് കണ്ട പപ്പർ സ്റ്റൈൽ, അപ്പം സ്കിഡായി കഴിഞ്ഞാൽ തീരും. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നൈസായിട്ട് ഷൂസ് ഊരാൻ പോവാം. ഇല്ലിക്ക ഇതൊരു കയറാം, കാരണം ഷൂസിനെക്കാട്ടി ഗ്രിപ്പ് എനിക്ക് കാലിന് കിട്ടും. അതുകൊണ്ട് എറിഞ്ഞാൽ പിടിക്കുമോ? പിടിക്കണേടാ. പോലെ പോലെ ഇതാ ഇതുകൂടി. ഓക്കെ, അപ്പം ഓടി അതങ്ങ് കയറാൻ പോവാം. സിമ്പിൾ ആസ് ദാറ്റ്. വ്യൂ പോയിന്റ് സെയിം തന്നെ, ഇത്തിരി കൂടി ഒരു എന്താ പറയുക, മറ്റൊരു സ്പോട്ടിലോട്ട് വന്നേ. അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടല്ലേ ഗൈസ്. അവിടെ കുഴങ്ങന്മാരിരിക്കുന്നു, ഞാൻ ഓടിച്ചാടി അങ്ങോട്ട് പോട്ടെ കുഴങ്ങന്മാരെ കാണാൻ. ഹേ ബ്രോസ്, ഐ എം കമ്മിങ്. എന്ത് ചെയ്യേ? ഹായ് ഹായ് പറഞ്ഞോളൂ, പേടിക്കണ്ട, ഞാനാ. ഊയിക്ക് ഇല്ലടാ, വേറെ ഉണ്ട് ഇതേ അവിടെ കണ്ടോ. നൈസ്. ആ കണ്ടാ കണ്ട് പൊടി കുഞ്ഞാൽ. അത് ക്യാമറ കിട്ടുമെന്നറിയില്ല. നൈസ്, കുറേ കുഴങ്ങന്മാരുണ്ട് കേട്ടോ. പോയി ഇത്തിരി കൂടി നേരത്തെ വന്നായിരുന്നെങ്കിൽ അതോടെ അവരിന്ന് മരത്തിരുന്ന് കുലുങ്ങുന്നുണ്ടായിരുന്നു. അതൊക്കെ കിട്ടിയാൽ ഷോട്ട്. വി മിസ്ഡ് ഇറ്റ് ഗൈസ്. അപ്പം ഇവിടെ ഇങ്ങനെ കണ്ട് ഈ സ്ഥലമൊക്കെ ആ ഒരു സ്ഥലമൊക്കെ കണ്ട് അടിപൊളി സ്പോട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പം കിടിലൻ സ്പോട്ട് കേട്ടോ, ഒന്നുകൂടി വരേണ്ടി വരും. രാവിലെ ഇവിടെ കുഴങ്ങന്മാരെ കണ്ടില്ലേ, രാവിലെ എന്നാൽ ഇവിടെ അത്യാവശ്യം നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് ആ ഒരു സ്പോട്ടോട്ട് അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ ഗൈസ്. ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട് നമുക്ക് അത്യാവശ്യം ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. വാവ്, റിയലി നൈസ്. അവിടെ ഓൾറെഡി ഫോട്ടോഷൂട്ട് തുടങ്ങി. ഇതുവഴി ഞാൻ നേരത്തെ കയറിപ്പോയ കേട്ടോ, പൊടിച്ചാടി കയറിപ്പോയ. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല, അടിപൊളി. ആ അത് ഞാനിപ്പോഴുണ്ട്. ഒരു പാറാണെന്നുണ്ടോ? ആ കണ്ടോ, കാണുന്ന പാറ ഒരു കൈ പോലെ തോന്നിക്കുന്നുണ്ട്. വീഡിയോ കിട്ടില്ലടാ. അപ്പം ഞാൻ പറഞ്ഞില്ലടാ, ഫോട്ടോഗ്രാഫിയൊക്കെ പറ്റിയ സ്പോട്ട്. അതിപ്പോൾ മേളിൽ പോസ്റ്റ് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയൊക്കെ ഒരു വീഡിയോ സോറി ഫോട്ടോഗ്രാഫി അല്ല വീഡിയോഗ്രാഫി നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളത് പെട്ടെന്ന് താഴോട്ട് ഇറങ്ങിയത്, അവർക്ക് അവർ ഷൂട്ട് ചെയ്യാൻ വന്നോണ്ടേ. വളരെ വളരെ നല്ലൊരു ഫീലാണ്. ദാണ്ട ഞാൻ പറയാം, ഇവിടെയൊക്കെ ആദ്യം കാല് വെക്കുക, പിന്നെ അതാ ഇവിടെ കാല് വെക്കുക, കയറുക, അത്രേ ഉള്ളൂ. ആ പോട്ടെ, ഇവിടെ വെച്ചോ. ആ നിന്നോ, അതൊരു ധൈര്യത്തിൻ്റെ ആ ഒരു ഇതാ. ആ ഒരു ധൈര്യം വന്നാൽ പിന്നെ നൈസായിട്ട് കയറാം. ഇവിടെ വെച്ചോ, വീരില്ല, വീണാണെന്ന് ഇവിടെ നിൽക്കാൻ സ്ഥലമുണ്ട്. വെച്ചോ വെച്ചോ. ആ അത്രേ ഉള്ളൂ. ആ കണ്ടോ, അത്രേ ഉള്ളൂ. ആ പോട്ടെ.
ആ അത്രേ ഉള്ളൂ. നൈസ്. ആരായി നിൽക്കുന്നത്? അതല്ല, വയ്യ, ഇതാരാ? നൈസ് സ്പോട്ട് അല്ലേ? നല്ല ലൈറ്റ് ഉണ്ടെന്ന്. ലൈറ്റ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ലക്ഷ്യം ആ നിൽക്കുന്ന മരത്തിൽ കയറാനാണ്. ഇല്ലില്ല, എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഹരമാണ്. അപ്പം ഇക്ക ഇപ്പുറത്തൂടി കയറി, ഞാനും അത് കണക്ക് ആ രീതിയിൽ തന്നെ കയറാൻ പോവുക. ഒരു ഫോട്ടോ എടുക്കാനാണ് ലക്ഷ്യം. അപ്പോൾ ഇവിടെ നിന്നൊരു പിക്ക് എടുക്കാം. ഗൈസ്, അപ്പോൾ ഇവിടുന്ന് ആദ്യം ചാടി അതിൻ്റെ മേളിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പം അതിൻ്റെ മേലോട്ട് ഓടിക്കയറാം. നമുക്ക് ആ മരത്തിൽ കയറാൻ ഒരാഗ്രഹം. ഇവിടെ വഴിയും കാര്യങ്ങളൊന്നുമില്ല, വഴി ഉണ്ടാക്കി പോവുക. വഴി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഡെയർഡെവിൽ വഴിയാണ്. ഗൈസ്, അപ്പം ഇവിടെ എത്തി. കിട്ടുന്നുണ്ടോ ഗൈസ്? അപ്പം ഗൈസ്, ഇവിടെ ചെറിയൊരു സാഹസികതയാണ് ചെയ്യാൻ പോണേ. എടുത്തേക്കാ ഒരു ഫോട്ടോ എടുക്കാൻ, വീഡിയോ എടുക്കുകയാണ് അവിടെ. ഞാൻ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരാം. കൊള്ളാം, കിട്ടുന്നുണ്ടോ? തൂങ്ങി കിടക്കുന്ന നല്ല രസമില്ലേ? അല്ല, തിരിച്ചു കയറുമോ? തിരിച്ചിറങ്ങാം. ഇവിടെ അത്യാവശ്യം നല്ല റിസ്ക്കാണ്. ഞാൻ ഈ ചെയ്തിട്ട് ആരും അനുകരിക്കാൻ പാടില്ല. ആരും അനുകരിച്ച് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ ഉത്തരവാദിയുമല്ല. കാരണം അത്രയ്ക്ക് റിസ്ക് എടുത്താണ് ഞാൻ ഈ കയറിയും ഇറങ്ങിയൊക്കെ ചെയ്യുന്നത്. പക്ഷേ എനിക്കിതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചെയ്യുന്നത്. ഇങ്ങോയി യെസ്. അപ്പം അവിടെ ഒരു അമ്പലം പോലെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം അങ്ങോട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. അവർ നേരായ വഴി കൂടി വന്നു, ഞാൻ കറങ്ങി വന്നു. ഇത് അമ്പലമല്ലോ കേട്ടോ, കാവ് പോലെ എന്തോ ആണ്. കുളം ഉണ്ടോടാ? ഓ മാൻ, അടിപൊളി അമ്പലമുണ്ട്. ഇല്ല ഒരു സോപ്പ ചകിരി കിടത്തുന്നു കേട്ടോ. പെട്ടെന്ന് ഓ മാൻ, ഒരു രക്ഷയില്ല. ദേ അതാണ് അമ്പലം എന്ന് പറഞ്ഞത്. അവിടെ ഒരു കാവ് പോലെയാണ്. ഇറ്റ്സ് റിയലി നൈസ് വാക്കിംഗ് ഓൾ അറൗണ്ട് ഹിയർ. ഇതിലൊക്കെ കറങ്ങി നടക്കാൻ എന്ത് രസമുണ്ടെന്നറിയോ. ഓ ഗൈസ്, അവിടെ ഒരു വെള്ള പാറയുണ്ട് കേട്ടോ. അപ്പോൾ ആൽബർട്ട് പാറ ഞാൻ ശ്രദ്ധിച്ചത്, നല്ലൊരു പാറയാണ്. ഓ മാൻ, ഒരു രക്ഷയില്ല, മൊത്തത്തിൽ കൊള്ളാം. ചന്ദനത്തിരിയൊക്കെ കിടക്കുന്നു അമ്പലത്തിൻ്റെ. അത് ഇവിടെ ശ്രീരാമ ഭഗവാൻ വന്നിട്ടുണ്ടെന്ന് മറ്റുമാണ് ചരിത്രം എന്തോ ഉണ്ട്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇവിടെ സംതിങ് ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി അല്ല, സോറി, മിത്തോളജി ഉണ്ട്. എനിക്ക് കറക്റ്റ് അറിയില്ല, സോ ഞാൻ പറയുന്നില്ല അതിനെപ്പറ്റി. അടുത്ത തവണ വരുമ്പോൾ തീർച്ചയായിട്ടും പറയാം. വന്നത് മൊത്തം ട്രക്കിംഗ് ആയിരുന്നു, ഒന്നൊന്നര ട്രക്കിംഗ് ആയിപ്പോയത് ആ റബ്ബറിൻ്റെ ഇടയ്ക്ക് കൂടി. ഓ, ഇത് നല്ല രസമുണ്ട് ഇറങ്ങിപ്പോവാൻ. രസമുണ്ട്. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. രാവിലെ ആയിരുന്നു വരുന്നത്, ഓൾമോസ്റ്റ് ലൈക്ക് 6 മണിക്ക് മുമ്പ് വന്നായിരുന്നെങ്കിൽ വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. മഞ്ഞൊക്കെ കയറി. നമ്മളിതൊരു വന്നുകൊണ്ട് നഷ്ടമല്ലേ ഇക്ക? ഇത്ര നല്ലൊരു വ്യൂ. ഞാൻ അടുത്ത വഴി പോവാന്ന് പറഞ്ഞു, കുറച്ച് നടന്നാലും കുറച്ച് നടക്കേണ്ടി വന്നാലും വേറെ റൂട്ട് പിടിക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് അല്ലെങ്കിൽ ഇത് നഷ്ടമായി പോയാനെ. ഇത് കണ്ട ഇത് കാണാൻ നഷ്ടമായി പോയാനെ. ഏയ്, അത് ഏതോ കുഴിയാടാ. ഇത് തന്നെ കുളം.
നമുക്ക് പോകണം. ആൽബർട്ട് ഒന്ന് ഇറങ്ങി നോക്കടാ, നീ മുങ്ങിച്ചത്ത നാളെ ഞാൻ. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ. നല്ല രസമുണ്ട്. ഇത് മിസ്സായെങ്കിൽ നഷ്ടമായി പോയി. സീരിയസ്ലി ഇവിടെ ഇപ്പോഴും കനന നടക്കുന്നുണ്ടേക്കാ? ഇല്ലല്ലോ. ഓ നടുക്കതേ അവിടെ ഒരു പശു നിപ്പുണ്ട്. ഇത് നോക്ക്. അടിപൊളി. ഗൈസ് അപ്പം ഇവിടെ ഒരു നല്ലൊരു സ്പോട്ടാട്ടോ. അത്യാവശ്യം നല്ലൊരു സ്പോട്ടാണ്. ഇവിടെ വന്നില്ലാതെ നഷ്ടമായി പോകാൻ. അതുകൊണ്ടോ പച്ചപ്പൂന്തേ ഈ ഒരു സ്കൈയും മൊത്തത്തിൽ കിടില. നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ വൺ നഷ്ടമായി പോയാനെ. കാരണം അത്രയ്ക്ക് നല്ലൊരു സ്പോട്ടാണ്. അതെ ഈ ഒരു പാറയും മുകളിലത്തെ ആ ക്ലൗഡ്സും പച്ചപ്പും എല്ലാമായിട്ട് ഇറ്റ്സ് ടോട്ടലി എന്താ പറയുക, ഒരു മൈൻഡ് ഒന്ന് റിലാക്സ് ആകാൻ പറ്റിയ സ്പോട്ടാട്ടോ. ഓ എൻ്റെ ഷൂസ് മൊത്തം വെള്ളം കയറി. വെള്ളം കയറി. ഇനിയിപ്പം പാറയിലൊന്നും കയറാൻ പറ്റുകയില്ല. കാരണം തെന്നി വീഴാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ വെള്ളം ഫുൾ എൻ്റെ കാലിലായിട്ട്. സ്പോട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. അടിപൊളി. അവിടെ പശു ഒക്കെ പോകണം. നല്ല മൊത്തത്തിൽ നേരിട്ടാണ്. നല്ല രസമുണ്ട്. കണ്ട മൊത്തത്തിൽ നല്ല രസമുണ്ട്. അപ്പം ഇവിടെ ഇത്തിരി അഡ്വഞ്ചറസ്. എനിക്ക് മേളിൽ വരെ പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇവർ സമ്മതിക്കുന്നില്ല. ഞാൻ ഒരുപാട് പറഞ്ഞിട്ട് ഇവർ ശകലം കയറിക്കോളാൻ അനുവദിച്ചു. ഉണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. ഞാൻ ഈ കയറുന്ന വ്യൂ കേട്ടോ. താഴെ നിന്നുള്ള വ്യൂ എങ്ങനെയാണെന്ന് നവീനിക്കയുടെ ക്യാമറയിൽ നിന്ന് കാണിച്ചു തരാം. വാവ്, റിയലി അമേസിങ്. താഴോട്ട് ആൽബർട്ട് ഇങ്ങനെ അത്ഭുതമായിട്ടിരിക്കുക. ആൽബർട്ടാണ് ഏറ്റവും അധികം എതിർത്തത്, കയറണ്ടെന്ന് പറഞ്ഞ്. കേസ് ഞാനിപ്പോൾ ഇവിടെ വരെ എത്തി. അവിടെ താഴെ ഇപ്പുണ്ട്. അഡ്വഞ്ചർ ലവിങ് ആണ് ഞാൻ ഭയങ്കര. ഇങ്ങനത്തെ ഞാൻ മെയിൻ ഷൂസ് ഊരിട്ടോ കേട്ടോ. കാരണം ഷൂസ് ഇട്ട് വെള്ളത്തിൽ നനഞ്ഞുകൊണ്ട് കയറാൻ പറ്റില്ല. ഐസാണ്ട്. ഇപ്പം ഞാൻ കയറിയതാണ്ട് ഇവിടം വരെ എത്തി. അവർ താരൊന്നും പറഞ്ഞില്ല. പറഞ്ഞു. അതെ ഞാൻ ഓൾമോസ്റ്റ് മേളിലെത്തി. മേലെ വരെ കയറിയിട്ട് വരാം. ആണോ ഗൈസ്? അപ്പം മുതിർന്നവർ പറയുന്ന അനുസരിക്കണം. കയറണ്ടെന്ന് പറയാം. അപ്പം ഞാൻ തിരിച്ച് ഇറങ്ങാൻ പോവാം. കണ്ടോ, ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ. ഇതൊന്നും ആരും അനുകരിക്കില്ല കേട്ടോ. അനുകരിച്ച് വീണ് കയ്യും കാലും ഒടിഞ്ഞ് തലേന്ന് അടിച്ച് ചത്തു പോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയൊന്നുമല്ല. അല്ലേ ഗൈസ്, ഞാൻ ഇപ്പം ഇറങ്ങുന്നത് ഇങ്ങനെ അങ്ങനെ ഇറങ്ങാൻ പറ്റും. കാരണം അല്ലെങ്കിൽ തെന്നിക്കഴിഞ്ഞാൽ അനന്തുവനിൽ 22 വയസ്സ്. അത് കാലൊക്കെ വെക്കുന്നുണ്ടോ? ജസ്റ്റ് തട്ടില്ലെന്ന് പറയാണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങാം. ഞാൻ അതുവരെയാണ് കയറി. ഇതുവരെ ഇപ്പോൾ ഇറങ്ങുന്നത് ഇത്തിരി റിസ്ക് കൂടുതലാണ്. എന്നാലും ഇതുവരെ ഇങ്ങനെ ഇറങ്ങാം. കണ്ടോ, ഇനിയും താഴെത്താൻ കുറച്ച് ദൂരമുണ്ട്. ഇപ്പോൾ ഫുള്ള് ഫിസിക്സിൻ്റെ ആ ഒരു ഇറങ്ങുന്ന ഒരു പിടിയോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഓൾമോസ്റ്റ് 90% ഇൻക്ലൈനാണ് താഴോട്ട്. ഇത് ക്യാമറ ആദ്യമേ എനിക്ക് താക്കണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ഫീൽ കിട്ടിയാനെ. എനിക്ക് കിട്ടുന്ന വ്യൂ അവിടെ താഴെ എത്തി. ഇപ്പോൾ താഴെ എത്തി. സ്പോട്ട് ഇതിൻ്റെ മുകളിലാണ് ഞാൻ കയറിയത്. ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് പോകുന്നൊരു വഴിയാണ്. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. ഈ റബ്ബർ തോട്ടത്തിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ ഇങ്ങനെ നടന്നു പോവാം. ഗൈസ്, അപ്പം തിരിച്ചു പോകുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. ഇവിടെ ഒരു പാറയും പിന്നെ റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് നല്ലൊരു ഫീലുണ്ട്. നല്ലൊരു റബ്ബർ തോട്ടമാണ്.
നല്ല രസമുണ്ട്. കണ്ടോ ഈ പാറ വിളിക്കുന്നത് കാണിച്ചില്ല. ഓ മാൻ, എന്താ രസമല്ലേ, നല്ല രസമുണ്ട്. കൊള്ളാം ഗൈസ്. അപ്പം ഇപ്പം ജസ്റ്റ് തിരിച്ച് വീട്ടിലോട്ടൊന്ന് കയറിയതേ ഉള്ളൂ. ഇപ്പം സമയം ഏകദേശം 2:10 ഇന്നത്തെ റൈഡ് അടിപൊളിയായിരുന്നു. പക്ഷേ 2 സ്ഥലങ്ങൾ മിസ് ചെയ്തു. ഒന്നെന്ന് പറഞ്ഞാൽ ആ പോയടുത്തൊരു കേവ് പോലെ ഉണ്ടായിരുന്നു, അത് മിസ് ചെയ്തു. പിന്നെ ഒരു കൊച്ചു കുളം ഉണ്ടായിരുന്നു, ഒരിക്കലും പറ്റാത്ത, അപ്പോൾ അതും മിസ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും മിസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും അവിടെ ഒന്നുകൂടി പോകും. കാരണം ഞങ്ങൾ പോയപ്പോൾ വെയിലായിപ്പോയി. അപ്പം രാവിലെ ഒരു 5:30 ആകുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നല്ല മഞ്ഞായിരിക്കും, അടിപൊളി ഒരു സീനറി ആയിരിക്കും. അപ്പോൾ ആ സീനറി കാണാൻ തീർച്ചയായിട്ടും ഒന്നുകൂടി പോകും, എന്നിട്ട് വ്ളോഗും ചെയ്യും. അപ്പം ഇന്നത്തെ ഈ റൈഡെന്ന് പറഞ്ഞാൽ 81 കിലോമീറ്ററാണ് ഇന്നത്തെ ടോട്ടൽ ഡിസ്റ്റൻസ്. സമയമെടുത്ത് 5:27. മാക്സിമം സ്പീഡ് 51.8. ആവറേജ് 14.9. ഇന്നത്തെ റൈഡിൻ്റെ ഒരു ഓവർവ്യൂ ആണിത്. അപ്പം മനോഹരമായ സ്ഥലങ്ങളും അതേപോലെ തന്നെ വാഹനങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.